AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ ഭരണകാലത്ത് പല്ലവ രഥശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് ഇത്. വിശ്വാസങ്ങളുടെയും കെട്ടുകഥകളുടെയും നിറഭണ്ഡാരമായ കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം 5.5 ഏക്കറോളം വിസ്തൃതിയിൽ മുഖാമുഖം നോക്കി നിൽക്കുന്ന 2 പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രമെങ്കിലും പുരാവസ്തു വകുപ്പിനാണ് ഇതിൻ്റെ സംരക്ഷണ ചുമതല. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടി ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. 3.5 അടി പൊക്കത്തിൽ വലിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവലിംഗത്തിൻ്റെ അടിയിൽ നിന്നും ഒരു ഗുഹാമുഖമുണ്ടെന്നും അതിൻ്റെ മറ്റേ അറ്റം കവിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയുടെ അടിയിലാണെന്നും പറയപ്പെടുന്നു. 4 അടി വീതിയും 20 അടി നീളവുമുള്ള അർദ്ധമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുവാൻ കൽപ്പടവുകളും പണിതിരിക്കുന്നു. അർദ്ധമണ്ഡപത്തിൻ്റെ ചുവരുകളിൽ ശ്രീകോവിലിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഇരുവശത്തുമായി 2 ദ്വാരപാലകന്മാർ കാവലിനുണ്ട്. ആയുധങ്ങൾ അണിയാതെ ഇരു കൈകളും കെട്ടി നിൽക്കുന്ന ഒരു ദ്വാരപാലക ശില്പവും മറ്റൊന്ന് ഗദാധാരിയായിട്ടുള്ള ഒരു ദ്വാരപാലക ശില്പവും. ഇവിടെ കാണുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ പോലെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ സാധിച്ചിട്ടില്ല എന്നും പുരാവസ്തു വിദഗ്ധർ പറയുന്നു. വടക്കേ ചുമരിൽ ഗണപതിയെയും തെക്കേ ചുമരിൽ ജടാധാരിയായ മുനി എന്നിവരുടെ ശില്പവും കാണാൻ സാധിക്കും. പണ്ട് കൗരവ പാണ്ഡവ യുദ്ധകാലത്ത് കൗരവർ പാണ്ഡവരുടെ ഈ ഒളിസങ്കേതം തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സ്വാമി സഹോദരൻ ഭീമനെയും മറ്റു പാണ്ഡവരെയും കോഴിയുടെ രൂപം പൂണ്ട് കൂവി അറിയിച്ചതിനാലാണ് ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് എന്നും പറയപ്പെടുന്നു. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ശേഷിപ്പാണ് ഇതെന്നും ബുദ്ധസന്യാസിമാർ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു.